الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم لا تقوم الساعة إلا على شرار الخلق أو كما قال سيدنا رسول الله يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا مولانا محمد. അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ അമേയമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഖുർആനിൻ്റെ പഠനവേദിയിൽ സൂറത്തുൽ വാഖിഅയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ്സിലാണ്. ധന്യമായ ഈ സദസ്സിൽ ഖുർആനിൻ്റെ ഖിദ്മയിലായി പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചതുപോലെ നല്ല ധാരാളം സദസ്സുകളിൽ പങ്കെടുക്കാനും നല്ല സ്ഥലത്ത് നല്ല സമയം നല്ലത് പറഞ്ഞു മരിക്കാനും അല്ലാഹു തആല നമുക്ക് ഈ മജ്ലിസ് കാരണമാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞ മഹാനായ സിറിയ അലിക്കുഞ്ഞ് ഉസ്താദ് അവറുകൾ അല്ലാഹു തആല അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കെല്ലാം വലിയ ബറക്കത്തുള്ള ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ സൂറകളിൽ ഒന്ന് സൂറത്തുൽ വാഖിഅയാണ്. ആ സൂറത്തുൽ വാഖിഅയുടെ ആദ്യ പരാമർശങ്ങൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണെന്ന് നാം പറഞ്ഞു വെച്ചു. ഇദാ വഖഅത്തിൽ വാഖിഅ, വാഖിഅ സംഭവിച്ചു കഴിഞ്ഞാൽ അഥവാ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ അതിൻ്റെ അവസാന രംഗങ്ങൾ കടന്നു വരുമ്പോൾ ലൈസ ലിവഖഅതിഹാ കാദിബ, അതിനെ ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് കളവാക്കാൻ ഇവിടെ ആരും ഉണ്ടാകുകയില്ല. ഏതു വലിയ ധിക്കാരിയും അന്നുവരെ ഈ ഉലകത്തിന് അവസാനമില്ല എന്ന് പറഞ്ഞിരുന്നവനും എല്ലാം അംഗീകരിക്കുന്ന ദിനമാണ്. ഖാഫിളത്തുർ റാഫിഅ, ചില ജനങ്ങളെ അല്ലാഹു തആല അന്ന് ഉയർത്തുകയും മറ്റു ചിലരെ താഴ്ത്തുകയും ചെയ്യുന്ന ദിവസമാണ്. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമി കിടകിടാ വിറയ്ക്കപ്പെട്ട രംഗമുണ്ടായാൽ വബുസ്സത്തിൽ ജിബാലു ബസ്സാ,
പർവ്വതങ്ങൾ ഇടിച്ചു പൊടിയാക്കപ്പെടുന്ന രംഗം വന്നാൽ ഫകാനത് ഹബാഅം മുംബസാ, അങ്ങനെ പർവ്വതങ്ങൾ ആടി ഉലഞ്ഞുകൊണ്ട് അതാ അവിടുന്ന് ചിന്നിച്ചിതറി ധൂളികളായി മാറപ്പെടുന്ന രംഗം വന്നാൽ വകുന്തും അസ്വാജൻ സലാസ, അന്ന് ഈ ജനങ്ങളെല്ലാം 3 വിഭാഗമായിട്ടാണ് മാറുക. ആ 3 വിഭാഗം ജനങ്ങളെ വേണ്ടുന്ന നിലയിൽ അവതരിപ്പിക്കലാണ് പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ ചെയ്യുന്ന പ്രധാന ദൗത്യം. നമ്മൾ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർമ്മപ്പെടുത്തിയത്, അങ്ങനെ ഖിയാമത്ത് നാൾ സംഭവിക്കണമെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട കുറെ ഉപദേശങ്ങളും കുറെ വിശ്വാസങ്ങളും അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ട്. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഭീതിജനകമായ അന്തരീക്ഷങ്ങളുണ്ട്, ചെറിയ ചെറിയ പരീക്ഷണങ്ങളുണ്ട്. 2 ജാതി അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലാമാത്തുസ് സുഗ്റാ വ അലാമാത്തുൽ കുബ്റാ, വലിയ അടയാളങ്ങളുമുണ്ട് ചെറിയ അടയാളങ്ങളുമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ചെറിയ അടയാളങ്ങളെ സംബന്ധിച്ച് നാം ഇവിടെ ഓർമ്മപ്പെടുത്തി. എന്നാൽ ഇന്ന് നമുക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട വലിയ അടയാളങ്ങളിൽ കുറഞ്ഞത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അതിലെന്തൊക്കെയാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നത് മാത്രം സൂചിപ്പിച്ച് നമുക്ക് സൂറത്തുൽ വാഖിഅയുടെ വകുന്തും അസ്വാജൻ സലാസ, ഖിയാമത്ത് നാളിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനവിഭാഗങ്ങളെ അല്ലാഹു തആല 3 ഗ്രൂപ്പുകളായി തിരിക്കുന്ന സമയം, അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഖിയാമത്ത് നാളിന്റെ ആ അടയാളങ്ങളിൽ ഏറ്റവും വലുതും വലിയ അടയാളങ്ങളിൽ ആദ്യം വരുന്നതും തുലൂഉ ശംസി മിനൽ മഗ്രിബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിൽ ആദ്യമായി വരുന്നത് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്ന രംഗം വരികയാണ്. സാധാരണയ്ക്ക് വിപരീതമായി അസ്തമാന സ്ഥലത്ത് നിന്ന് സൂര്യൻ ഒരു ദിവസം പ്രത്യക്ഷപ്പെടുകയാണ്. തിരിഞ്ഞു കറങ്ങാൻ തുടങ്ങുന്ന രംഗമാണ് ആദ്യത്തെ വലിയ അടയാളം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യുഖ്ബലു തൗബത്തു വൽ ഈമാൻ, തൗബയും ഈമാനും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇൻദൽ ഗർഗറത്തി, ഒരു മനുഷ്യന്റെ ആത്മാവ് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് വന്നാൽ, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തുമ്പോഴാണ് അവൻ നേരെ കണ്ണുകൊണ്ട് കാണുന്നു മരണമലക്കായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. മരിക്കാൻ പോകുന്ന വ്യക്തി നേരിൽ അസ്റായീലിനെ കാണുന്നത് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തിക്കഴിയുമ്പോഴാണ്. സൂറത്തുൽ മുൽക്കിൽ മരണത്തെ സംബന്ധിച്ചുള്ള വിശാലമായ വിശദീകരണം, ഒരാളും മരിക്കാൻ പോകുന്ന വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തെല്ലാം നടക്കുന്നു, നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ആയത്തുകളിൽ സമയം പോലെ അത് ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്താം. ഏതായാലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഖ്ബലു തൗബത്തു വൽ ഈമാൻ, ഈമാനും തൗബയും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇൻദൽ ഗർഗറത്തി, അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് വന്നാൽ. കാരണം എന്തേ? അവന് ഉറപ്പായ ഒരു രംഗമാണത്. ഇനി രക്ഷയില്ല, മരിക്കാൻ പോകുകയാണ് എന്ന് അവൻ ഉറപ്പിക്കുന്ന രംഗമാണല്ലോ ആ രംഗം. അപ്പോഴൊരു മനുഷ്യൻ നന്നാകാൻ തീരുമാനിക്കുന്ന സമയമാണ്. അവിടെ വെച്ചാണ് അസ്റായീലിനോട് അവൻ പറയുന്നത്, അഖിറനി യൗമ, ഒരു ദിവസം ഒന്ന് പിന്തിപ്പിച്ചു തരാമോ അസ്റായീലേ? അപ്പൊ അസ്റായീലിന്റെ മറുപടി, അങ്ങനെ ഒരു ദിവസം ഒന്നും തരാൻ പറ്റില്ല. എന്തിനാണ് നിനക്കൊരു ദിവസം? അപ്പൊ സൽക്കർമ്മം ചെയ്യാനാണ്, നിസ്കാരം ഖളാ വീട്ടാനാണ്, പലതും പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, അവസാനം അസ്റായീലിനോട് അവൻ താണ് കേണ് അപേക്ഷിക്കുന്ന രംഗം. അസ്റായീലേ, അഖിർനി സഅ, ഒരു മണിക്കൂർ എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തരാമോ എന്നാണ്. ഫലാ സഅ,
എടാ നിനക്ക് 1 മണിക്കൂറും ഇനി തരാൻ പറ്റൂല. ഇത് പറയുമ്പോ വീണ്ടും അവൻ പറയുകയാണ് അഖിറനീ ഇലാ അജലിൻ ഖരീബ്, ഒരു ചുരുങ്ങിയ നിമിഷം തരാമോ? അസ്രായീലിന്റെ ചോദ്യം എന്തിനാണെടാ മരിക്കാൻ നേരം 1 നിമിഷം? അപ്പോഴാണ് ഞാനൊന്ന് സ്വതക്ക ചെയ്തിട്ടോ, അപ്പോ ഞാൻ സ്വാലിഹീങ്ങളിൽ പെടുമല്ലോ. അപ്പോഴെന്താണ് അസ്രായീൽ തിരിച്ചു പറയുന്നത്? അസ്രായീൽ തിരിച്ചു പറയുന്നത് എന്താണ്? فلن يؤخر الله نفسا إذا جاء أجلها, അവധി എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുകയില്ല, 1 സെക്കൻഡും തരാൻ പറ്റൂല. അസ്രായീലിന് ഇറങ്ങി വന്നു. അസ്രായീൽ പറയുന്നു ഇനി രക്ഷയില്ല. പല അടവും പയറ്റിയിട്ടും മരണത്തോട് അടുക്കുമ്പോ തൊണ്ടക്കുഴിയിൽ നിന്ന് ആത്മാവ് പോകുമ്പോ ഓരോരുത്തരും പറയും ഞാൻ വിശ്വസിച്ചോളാം, ഞാൻ അല്ലാഹുവിനെ വിശ്വസിക്കുന്ന ആളാകാം, ഞാൻ തഖ്വയോടെ ജീവിച്ചോളാം. എല്ലാം നീ അവസാന സമയത്ത് പറഞ്ഞു പോകും. വിശ്വാസമെല്ലാം നിന്റെ കൽബിലേക്ക് ആ സമയത്ത് വന്നു പോകും. പക്ഷേ ലാ യുഖ്ബലു തൗബതു വൽ ഈമാൻ, അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ തൗബയും അതുപോലെ ഈമാനും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഫറോവ വരെ പറഞ്ഞു പോയി അല്ലേ? കടലിന്റെ നടുക്കിലേക്ക് ഫറോവ അങ്ങനെ വെള്ളം 4 സൈഡിൽ നിന്ന് മൂടിയിട്ട് ചാകാനെടുത്തപ്പോ ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ, ഞങ്ങൾ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞു പോയി. പക്ഷേ ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് വന്നതുകൊണ്ട് അല്ലാഹു അവിടെ സ്വീകരിച്ചില്ല. ഇതുപോലെ ഹബീബായ തങ്ങൾ പറഞ്ഞു അസ്തമാന സ്ഥലത്തു നിന്ന് സൂര്യൻ ഉദിക്കുന്ന രംഗം വന്നാൽ പിന്നെ നിന്റെ ഈമാനും തൗബയും അല്ലാഹു സ്വീകരിക്കുകയില്ല. പരിശുദ്ധരായ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ അവസാന വലിയ അടയാളങ്ങൾ, ചെറിയ അടയാളങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞതിന് പറഞ്ഞതെല്ലാം അവിടെ നടന്നിട്ടുണ്ട്. ചെറിയ അടയാളങ്ങൾ പറയാൻ തന്നാൽ 100 കണക്കിന് അടയാളങ്ങൾ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എല്ലാം കൂടെ വിശദീകരിക്കൽ നമുക്കിവിടെ സൗകര്യമില്ലാത്തത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടാണ് അതിന്റെ ചെറിയ വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ ആ ചെറിയ അടയാളങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കൊരു മൈൻഡ് വരുന്നില്ല. നമ്മൾ ഖിയാമത്ത് നാളിന്റെ അടുക്കലേക്ക് എത്തിപ്പോയി എന്നൊരു ചിന്ത നമുക്ക് വരുന്നില്ല. എന്നാൽ അവസാനം അലാമാത്തുൽ കുബറ, ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളുണ്ട്. ആ വലിയ അടയാളങ്ങളിൽ ചിലർ മനസ്സിലാക്കിയത് ദജ്ജാലൊക്കെ വരാനുണ്ടല്ലോ, ഈസാ നബിയൊക്കെ ഇറങ്ങി വരാനുണ്ടല്ലോ, അപ്പൊ ഇവിടെ നന്നാവും. ഈസാ നബി ഇറങ്ങി വന്നു എന്ന് അറിയുമ്പോ പിന്നെ എന്തായാലും എന്താ തൗബ ചെയ്തേക്കാലോ, കാരണം അന്ന് പോലെ നമ്മൾ പറയണല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. അവസാന വലിയ അടയാളങ്ങളിൽ ഏറ്റവും ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന അടയാളം, ഒരു ദിവസം സന്തോഷത്തോടെ കഴിയുമ്പോ നേരെ റിട്ടേൺ കറങ്ങുന്ന രംഗം വന്നാൽ അവിടെ മനസ്സിലാക്കിക്കോളണം, ഇനി തൗബ ചെയ്യാനുള്ള വാതിൽ അല്ലാഹു അടച്ചു കളഞ്ഞു, വിശ്വസിക്കാനുള്ള വാതിൽ അല്ലാഹു അടച്ചു കളഞ്ഞു, ഇനി രക്ഷയില്ല. അഥവാ ഒരു മനുഷ്യന്റെ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോ അവൻ ഏതവസ്ഥയിലെത്തുമോ അതുപോലെയാണ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യനുദിക്കുന്ന രംഗം വന്നാൽ പല പല അടയാളങ്ങളും വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ധാരാളം അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദാബത്തുൽ അർള് എന്ന് പറയുന്ന ഒരു മൃഗം വരാനുണ്ട്. അതൊക്കെ ഈ സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചതിന് ശേഷം പിന്നെയും 120 കൊല്ലം സൂര്യൻ ഉദിച്ചു വരുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു ദിവസം കൊണ്ട് തീരണ അല്ല, അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് ഈ ഉലകത്തിന്റെ വലിയൊരു സിസ്റ്റം ആയിരിക്കും എന്ന് വിചാരിച്ച് പല ആളുകളും അങ്ങനെ തന്നെ അതിൽ കഴിഞ്ഞു പോകും. ഈ ഉലകം പലതുമൊക്കെ നടക്കുകയാണല്ലോ, അപ്പൊ അതിന്റെ കൂട്ടത്തിലുള്ളൊരു അത്ഭുതകരമായ വിഷയം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന വിചാരത്തിൽ എല്ലാവരും കഴിഞ്ഞു പോകും. പക്ഷേ പിന്നെയുള്ള തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതിൽ വിശ്വാസമില്ലാത്ത കുറെ ആളുകൾ ഉണ്ടാകും. അപ്പോഴാണ് ദാബത്തുൽ അർള് എന്ന് പറയുന്ന മനുഷ്യരോട് സംസാരിക്കുന്ന ഒരു മൃഗം കടന്നു വരും. ഹബീബായ തങ്ങൾ പറയുകയാണ്, ആ മൃഗം അതാ പുറത്തേക്ക് വന്നിട്ട് മുഅ്മിനിനെ കാണുമ്പോ പറയും, എടാ നിനക്ക് സന്തോഷമാണ്, നീ സ്വർഗത്തിന്റെ ആളാണ്. ആ
മൃഗം നിന്നോട് സംസാരിക്കുകയാണ്. വിശാലമായ വിശദീകരണം ആ മൃഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എല്ലാ നിറങ്ങളും ഉള്ളൊരു മൃഗമാണത് എന്ന് പറയുന്നുണ്ട്. ചിറകുകളുള്ള മൃഗമാണെന്ന് പറയുന്നുണ്ട്. ഓരോന്നിന്റെയും ഓരോ വലിയ വലിയ മൃഗങ്ങളുടെ അവയവങ്ങളെ ചേർത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? ആനയുടെ ചെവി പോലത്തെ ചെവിയായിരിക്കും. ഓരോ മൃഗങ്ങളുടെയും വ്യത്യസ്തമായ അവയവങ്ങളെ ചേർത്തു വെച്ച നിരവധി വർണ്ണങ്ങളുള്ള ഒരു വലിയ മൃഗമാണത്. ആ മൃഗമോ മനുഷ്യരോട് സംസാരിക്കും. കാഫിറായ മനുഷ്യനെ കാണുമ്പോൾ പറയും, എടാ നിനക്ക് നാശമാണ്, നീ നരകത്തിന്റെ ആളാണ്. ഈ മൃഗം ഇങ്ങനെ സംസാരിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ചില ആളുകൾ മനസ്സിലാക്കും നന്നായാലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ഒരു അത്ഭുത പ്രതിഭാസമാണല്ലോ കാണുന്നത്. അതുകൊണ്ട് നന്നായാലോ എന്ന് വിചാരിച്ച് ഇവൻ നന്നാകാൻ നോക്കും. പക്ഷേ ലാ യുഖ്ബലു തൗബതു വൽ ഈമാനു ഇൻദൽ ഖർഖറതി വ ഇൻദ തുലൂഇ ശംസി മിനൽ മഗ്രിബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനിയും വിശദീകരിക്കാൻ ധാരാളമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം അങ്ങോട്ട് പോകാം. ആ വലിയ പരീക്ഷണം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വന്നു. ദാബത്തുൽ അർള് എന്ന മൃഗം അതാ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്ന വാർത്ത കേൾക്കുകയാണ്. ഉടനെ നമ്മൾ നന്നാകാൻ നോക്കുമ്പോ അല്ലാഹുവിന്റെ അടുത്ത പരീക്ഷണം വരുന്നു. മസീഹുദ്ദജ്ജാൽ കടന്നു വരും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മസീഹുദ്ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഖബ്ബഅഹുല്ലാഹ്, അല്ലാഹു അവനെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവൻ ഉണ്ട്. അല്ലാഹു അവനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുന്നു, മറച്ചു വെച്ചിരിക്കുന്നു. ഖബ്ബഅഹുല്ലാഹ്, അല്ലാഹു മറച്ചു വെച്ച ഒരാളാണത്. റബ്ബ് മറച്ചു വെച്ചവനാണ്. അവനോ വഹുവ ശാബുൻ, നല്ല യുവാവാണ്. അഹ്മറു, നല്ല ചുമപ്പ് നിറമുള്ളവനാണ്. ജസീമുൻ, വലിയ തടിയുള്ളവനാണ്. ഖത്തത്തുൻ, അതാ മുടി, ചുരുണ്ട മുടിയുള്ളവനാണ്. അഅ്വറുൽ ഐനി, കണ്ണതാ മൂടപ്പെട്ടു പോയ ആളാണ്, കണ്ണ് പൊട്ടനാണ്. വഅൈനുഹു കഇനബിൻ സാഫിയ, അവന്റെ കയ്യിലുള്ള ഒരു കണ്ണ് തന്നെ, ആ കണ്ണ് തന്നെ മുന്തിരി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന കണ്ണാണുള്ളത്. മക്തൂബുൻ ബൈന ഐനൈഹി കാഫിർ, അവന്റെ ആ കണ്ണിന്റെ ഭാഗത്ത്, നെറ്റിയുടെ ഭാഗത്ത് കാഫിർ എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടഭിപ്രായമുണ്ട്. കഫറ എന്ന 3 അക്ഷരമാണ് എഴുതിയിട്ടുള്ളത് എന്നും അഭിപ്രായമുണ്ട്. കാഫിർ എന്ന് എഴുതിയിട്ട് ഉണ്ട് എന്നും അഭിപ്രായമായി. ചേർത്ത് എഴുതിയിട്ടുണ്ടെന്നും വിട്ടുപിരിച്ച് എഴുതിയിട്ടുണ്ടെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന വിഷയം ഉറപ്പാണ്. പക്ഷേ അവിശ്വാസികൾക്ക് അത് കാണാൻ കഴിയൂല. നിന്റെ ഹൃദയത്തിൽ ശരിയായ അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമുണ്ട്. പടച്ച റബ്ബിനോട് നീ എല്ലാ നിസ്കാരങ്ങളിലും സുന്നത്തായി ചോദിക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ? വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ആ ഫിത്നയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം ഏതാണ്? അത് മസീഹുദ് ദജ്ജാലിനെ കാണലാണ്. അവൻ വന്നു എന്നറിഞ്ഞാൽ നിങ്ങൾ റാലി കാണാൻ പോകുന്നത് പോലെ ഇറങ്ങി ഓടല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി പറയാണ്, അവനും പരിവാരങ്ങളും വരുന്നു എന്നറിയുമ്പോൾ അത്ഭുതകരമായ വരവാണത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഏതായാലും യഖറഉഹു കുല്ലു മുഅ്മിനിൻ, മുഅ്മിനീങ്ങളായ വിശ്വാസികളായ മുഴുവൻ ആളുകൾക്കും ഈ മസീഹുദ് ദജ്ജാലിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുള്ള കാഫിർ എന്ന വാക്കിനെ വായിച്ചെടുക്കാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അവൻ എവിടെന്നാണ് ഇറങ്ങി വരുന്നത്?
അതും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു ഖാരിജുൻ ത്വരീഖൻ ബൈനശ്ശാമി വൽ ഇറാഖ്, സിറിയയുടെയും ഇറാഖിന്റെയും വഴിയിലൂടെയാണ്, പ്രധാനപ്പെട്ട വഴിയിലൂടെയാണ് ആ മസീഹു ദജ്ജാൽ ഇറങ്ങി വരുന്നത്. വയുഫ്സിദു യമീനൻ വശിമാല, അവൻ എവിടെ പോയാലും അവന്റെ വലത്തും ഇടത്തും ഫസാദുണ്ടാകും, പ്രതിസന്ധികൾ നടക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇപ്പൊ അവൻ എവിടെയുണ്ട്? ഇന്നഹു ഫീ ബഹരിശ്ശാം, ഫലസ്തീനിന് മുന്നിലുള്ള കടലിലാണ് ഉള്ളത്. ഫലസ്തീനിന്റെ മുന്നിലുള്ള കടൽ ഏതാണ്? മെഡിറ്ററേനിയൻ കടൽ, അതിന്റെ മുമ്പിലാണ്. ആ മഹാന്മാരായ സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തപ്പോ മസീഹു ദജ്ജാൽ എവിടെയാണ് ഉള്ളത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അവിടുന്ന് പറഞ്ഞത് ശാമിന് അഭിമുഖമായി കിടക്കുന്ന കടലിൽ എന്നാണോ, അല്ല ഔഫി ബഹരിൽ യമനി, യമനിന്റെ അഭിമുഖമായി കിടക്കുന്ന കടലിൽ എന്നാണോ എന്ന് ആ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിക്കൊരു സംശയമുണ്ട്. ഏതായാലും രണ്ടാലൊരു കടലിന്റെ ഉള്ളിലാണ്, രണ്ടാലൊരു കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്താണ്. ബഹറുൽ യമൻ എന്ന് പറഞ്ഞാൽ ബഹർ യമൻ പ്രവിശ്യ സ്ഥലത്തിന്റെ മുമ്പിലുള്ള കടല് ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രവും മറ്റൊരു സൈഡിൽ ചെങ്കടലുമാണ്. ഏതായാലും ഈ കടലുകളുമായി ബന്ധപ്പെട്ട ഏതോ ഒരു സ്ഥലത്ത് അവനുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന പ്രബലമായ ഒരു ഹദീസ് നമുക്ക് കാണാം. അത് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് റമദാനിൽ തറാവീഹ് ജമാഅത്തായി 20 റക്അത്ത് നിസ്കരിക്കണമെന്ന് തീരുമാനിച്ചപ്പോ ആ നിസ്കാരത്തിന് ഇമാമത്ത് നിർത്താൻ തിരഞ്ഞെടുത്ത ഇമാമുമാരിൽ ഒരാളാണ് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. വലിയ മഹാത്മാവാണ്. അവിടുന്ന് ഇസ്ലാമിലേക്ക് ക്രിസ്ത്യാനിയായിരുന്നു മഹാൻ. അവർ അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് തമീമുദ്ദാരി എന്ന സ്വഹാബി പറയുകയാണ്, ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സ്വഹാബത്തിനെ വിളിക്കുകയാണ്. സ്വഹാബത്തിനെ എല്ലാരെയും വിളിച്ചു വരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി വനിതകൾ അവരെ ഒരു സൈഡിൽ വരുത്തി. എന്നിട്ട് എല്ലാവരോടും ഹബീബായ തങ്ങൾ പറയുകയാണ്, ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയത് നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു വയല് പറയാനോ ആഗ്രഹിപ്പിക്കുന്ന എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു തരാനോ അല്ല. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു വെച്ച യാഥാർത്ഥ്യമായ പുലർച്ചയാകുന്ന ഒരു വിഷയം നമ്മുടെ തമീമുദ്ദാരിക്ക് പറയാനുണ്ട്. ആ വിഷയം നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയതാണ്. തമീമുദ്ദാരി ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം പറഞ്ഞു തരാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തമീമുദ്ദാരി എന്ന സ്വഹാബി വന്നിട്ട് പറയുന്നു, നബിയെ, നമ്മളൊരു യാത്ര പോയി, കടലിലൂടെയുള്ള യാത്രയാണ്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ 30 ആളുകളാണ് ആ കപ്പലിൽ യാത്ര ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ ചുരുക്കി പറയാം, നമ്മൾ ആ കപ്പലിൽ ഇങ്ങനെ യാത്ര പോയപ്പോൾ വഴിയിൽ വെച്ച് കപ്പൽ തകർന്നുപോയി. നമ്മളതാ ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി അവസാനം കിട്ടിയ സാധനത്തിൽ നമ്മൾ നേരെ ചെന്നുപെട്ടത് ഒരു ദ്വീപിലാണ്. ആ ദ്വീപിൽ നമ്മൾ അങ്ങ് ചെന്നിട്ട് സുബ്ഹാനല്ലാഹ്, ആ ദ്വീപിൽ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോ നമ്മുടെ മുമ്പിലേക്ക് ഒരു ഭീമാകാരനായ മൃഗം പ്രത്യക്ഷപ്പെട്ടു. ആ മൃഗം
മൃഗത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഫ്രണ്ട് ഏതാണ് ബാക്ക് ഏതാണെന്ന് അറിയാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ജട പിടിച്ചു കിടക്കുന്ന മുടിയുള്ളതാണ്. വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ഒരു മൃഗമാണ്. ആ മൃഗത്തെ കണ്ടപ്പോ നമ്മൾ ഉടനെ ആ മൃഗത്തോട് ചോദിച്ചു, വൈലുല്ല, എന്തൊരു നാശം ഇത്, വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒരു മൃഗാണല്ലോ ഇത്, എന്തൊരു നാശം. എന്നിട്ട് ആ തമീമുദ്ദാരി പറയുകയാണ്, ഞങ്ങൾ ആ മൃഗത്തോട് വെറുതെ ഒന്ന് ചോദിച്ചു, നീ ഏതാ, നിങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചു. വെറുതെ ചോദിച്ചതാണ്, മറുപടി കിട്ടൂലെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ മൃഗം നമ്മളോട് തിരിച്ച് മറുപടി പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ജസ്സാസയാണ്, ഞാൻ ജസ്സാസയാണെന്ന് പറഞ്ഞു. മൽ ജസ്സാസ, ജസ്സാസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ താഴ്ഭാഗത്ത് കാണുന്നൊരു പുത്തവിടെയുണ്ട്, ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിൽ ഒരാൾ ഇരിപ്പുണ്ട്, അയാളെടുത്ത് ചെന്ന് ചോദിച്ചാ പറഞ്ഞു തരും ഞാൻ ആരാണെന്ന്. സുബ്ഹാനല്ലാഹ്, വിജനമായ ഒരു സ്ഥലം, ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ 30 ആളുകൾ. അവരെല്ലാവരും കൂടി നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു മൃഗം ഇങ്ങോട്ട് സംസാരിക്കുന്നു. ആ മൃഗത്തെ പറ്റി ചോദിച്ചപ്പോ ജസ്സാസ എന്ന് പറഞ്ഞു. ജസ്സാസ എന്താന്ന് ചോദിച്ചപ്പോ ആ കാണുന്നതിൽ ഒരു പൊത്തുണ്ട്, ഒരു ഗുഹയുണ്ട്, അവിടെ പോയി ഒരാളിരിപ്പുണ്ട്, അയാളെടുത്ത് പോയി ചോദിച്ചാ എന്നോട് എന്നെ പറ്റി പറഞ്ഞു തരും. ഇവര് നേരെ താഴേക്ക് ചെല്ലുകയാണ്. ഹബീബായ തങ്ങളോട് തമീമുദ്ദാരി പറയുന്നു, ആ കണ്ട മൃഗത്തെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു, ഇന്നഹാ ശൈത്താനാ, അതൊരു ശൈത്താനായിരിക്കും, പിശാചായിരിക്കും എന്ന് വിചാരിച്ചു. ഏതായാലും താഴേക്ക് ചെന്നു. മൃഗം പറഞ്ഞല്ലേ, വേറെ എവിടെ പോകാൻ മാർഗമില്ലല്ലോ. അങ്ങനെ താഴേക്ക് ചെന്നിട്ട് നമ്മൾ ആ മനുഷ്യനെ കാണാൻ വേണ്ടി അവിടെ ആളുണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഭീമാകാരനായ ഒരു മനുഷ്യനാണ്. മുടിയതാ ചുരുണ്ട മുടിയുള്ളവനാണ്, ശരീരം വല്ലാതെ തടിച്ചു കൊഴുത്തവനാണ്, ഭീതിപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. അയാളുടെ കയ്യിലും കാലിലും അവയവങ്ങളിൽ മൊത്തത്തിലായി വലിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചവിടെ ഇട്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഉടനെ ചോദിച്ചു, നിങ്ങളാരാന്ന് ചോദിച്ചപ്പോ ഉടനെ ആ മനുഷ്യന്റെ മറുപടി, ഞാൻ ആരോ ആകട്ടെ, ഞാനത് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് ചോദിക്കാനുണ്ട്, നിങ്ങളാരാണ്? ഉടനെ അവര് പറഞ്ഞു, നമ്മൾ അറബികളാണ്, നമ്മളിങ്ങനെ കടലിൽ യാത്ര ചെയ്ത് വന്നപ്പോൾ നമ്മുടെ കപ്പലിന് കംപ്ലൈന്റ് വന്നു, ആകെ പ്രതിസന്ധിയായി, നമ്മൾ ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് എത്തിപ്പോയതാണ്. ആഹാ, നിങ്ങളെന്നാൽ അറബികളാണ് അല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിമാർ ജീവിക്കുന്ന കാലമാണ്. പക്ഷേ തമീമുദ്ദാരി സ്വഹാബിയായിട്ടില്ല. നിങ്ങൾ അറബികളാണെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ഉടനെ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നു, അഖ്ബർനി അൻ നഖ്ലി ബൈസാൻ, ബൈസാൻ ഈത്തപ്പഴത്തോട്ടത്തെ സംബന്ധിച്ച് എനിക്ക് നിങ്ങൾ പറഞ്ഞുതരി. നിങ്ങൾക്ക് അറബികളല്ലേ, ബൈസാൻ ഈത്തപ്പഴത്തോട്ടം ഉണ്ടല്ലോ. ബൈസാൻ ഈത്തപ്പഴത്തോട്ടം എന്ന് പറയുന്നത് ജോർദാനിലുള്ള ഒരു ഈത്തപ്പഴത്തോട്ടമാണ് ബൈസാൻ. ആ ബൈസാൻ തോട്ടത്തെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞു തരീ. ഉടനെ ഇവര് പറയുന്നു, പ്രധാനപ്പെട്ട ഈത്തപ്പഴത്തോപ്പാണത്. ഈത്തപ്പഴങ്ങൾ ധാരാളം അവിടെ കായ്ക്കുന്നുണ്ട്, പലരും അവിടെ വാങ്ങുന്നുണ്ട്. ഒരുപാട് ഈത്തപ്പഴം സമൃദ്ധിയായി ഉണ്ടാകുന്നൊരു തോട്ടമാണ്. ഉടനെ ഈ മനുഷ്യൻ പറയുന്നു, ആ ഈത്തപ്പഴത്തോട്ടത്തിൽ ഒന്നുപോലും കായ്കനികയില്ലാതെ വെറും ഒരു മരമായി ഈത്തപ്പഴത്തോപ്പ് മുഴുവനും മാറുന്നൊരു ദിവസം വരാനുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ അടുത്ത ചോദ്യം, അഖ്ബർനി അൻ ബുഹൈറത്തി തുബ്രിയ, തുബ്രി തടാകത്തെ സംബന്ധിച്ചു പറഞ്ഞു തരീൻ. ആ സമയത്ത് തമീമുദ്ദാരിയും സംഘവും അവരോട് പറഞ്ഞു, തുബ്രി തടാകം എന്ന് പറഞ്ഞാൽ ഷാമിലുള്ള ഒരു തടാകമാണ്. കതീറുൽ മായി, വെള്ളം അധികരിച്ചുള്ളൊരു തടാകമാണത്. ധാരാളം വെള്ളമുണ്ട്, ജനങ്ങൾ അവിടെ വെള്ളം വന്ന് ഉപയോഗിക്കുന്നു. ഉടനെ ഈ കൈകാലുകൾ കെട്ടിയിട്ട മനുഷ്യൻ പറയുകയാണ്, തുബ്രി തടാകം വറ്റി വരണ്ടിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തൊരു ദിവസം ആ തടാകത്തിന് വരാനുണ്ട്. മൂന്നാമത് ചോദിക്കുന്നു, അഖ്ബർനി അൻ ഐനി സുഗർ, സുഗർ വെള്ളച്ചാട്ടത്തെ, അരുവിയെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരീ. ആ
ആ സമയത്ത് തമീമുദ്ദാരിയും സംഘവും പറഞ്ഞു, നല്ല വെള്ളച്ചാട്ടമാണ്, നല്ല രസമുള്ള സ്ഥലമാണ്, ജനങ്ങൾ അവിടെ വരാറുണ്ട്, ആ വെള്ളം ഉപയോഗിക്കാറുണ്ട്. ഉടനെ തമീമുദ്ദാരി എന്ന ആ സ്വഹാബി ഉൾക്കൊള്ളുന്ന സംഘത്തോട് ഇയാള് പറഞ്ഞു, ആ സുഗർ തടാകവും വറ്റി വരണ്ട്, സുഗർ വെള്ളച്ചാട്ടത്തിലും ഒന്നും കാണാത്ത രംഗം വരും. ഇത് പറഞ്ഞിട്ട് ഉടനെയുള്ള ചോദ്യം, എന്നാൽ നിങ്ങൾ അറബികളാണെങ്കിൽ അഖ്ബർനി അൻ നബിയിൽ ഉമ്മിയിൽ അറബി, അറബിയായ അക്ഷരാഭ്യാസം സ്കൂളിൽ പോയി പഠിക്കാത്ത ഒരു നബിയെ ഉണ്ടല്ലോ, ആ നബിയെ സംബന്ധിച്ച് പറഞ്ഞു തരേ. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഉടനെ തമീമുദ്ദാരി പറയുകയാണ്, ഞങ്ങളുടെ കാലത്ത് മദീനയിലേക്ക് മക്കയിൽ നിന്ന് വന്ന ഒരു മുഹമ്മദുണ്ട്, ഇസ്ലാമിന്റെ പ്രവാചകനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവര് ചോദിച്ചു, ഈ കെട്ടിയിട്ട ആള് ചോദിക്കുന്നു, എങ്ങനെയാണ് ജനങ്ങൾ അയാളോട് പെരുമാറുന്നത്? ജനങ്ങൾ എങ്ങനെയാണ് അവരോട് പെരുമാറുക? അപ്പൊ ഈ തമീമുദ്ദാരി പറഞ്ഞു, കുറെ ആളുകൾ അനുകൂലിക്കുന്നുണ്ട്, കുറെ ആളുകൾ പ്രതികൂലിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരുപാട് സംസാരിച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. പിന്നെ അവിടുന്ന് പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആ നബിയെ അംഗീകരിക്കലാണ്. ഈ കെട്ടിയിട്ട മനുഷ്യൻ പറഞ്ഞു കൊടുക്കാണ്, അവർക്ക് ഏറ്റവും നല്ലത് ആരെ അംഗീകരിക്കലാണ്? ഈ നബിയെ അംഗീകരിക്കലാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. ഉടനെ സുബ്ഹാനല്ലാഹ്, എന്നിട്ട് അയാൾ പറയുന്നു, ആ നബിയെ അംഗീകരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ പറയാം, ഞാൻ ആരാണെന്നറിയുമോ? അന മസീഹുദ് ദജ്ജാൽ, ഞാൻ മസീഹുദ് ദജ്ജാലാണ്. ഞാൻ അന്ത്യനാളിനോട് അടുക്കുമ്പോ എന്റെ ഈ കെട്ടൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് 40 യൗമാ, 40 ദിവസം ഞാൻ ആ ഭൂമിയിൽ ഇളകി മറിച്ചുകൊണ്ട് ഞാൻ അവിടെ സഞ്ചരിക്കുന്ന 40 ദിവസത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയണോ? 40 യൗമൻ യൗമുൻ കസനത്തിൻ, ഒരു ദിവസം ഒരു വർഷത്തെ വഴി ദൂരമാണ്. ഒരു ദിവസം അങ്ങോട്ട് ദജ്ജാലിങ്ങോട്ട് പുറപ്പെട്ടാൽ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു കിട്ടണമെങ്കിൽ ഒരു വർഷത്തെ വഴി ദൂരം ഉണ്ടാകും. വയൗമുൻ കശഹരിൻ, മറ്റൊരു ദിവസം ഒരു മാസത്തെ വഴി ദൂരം ഉണ്ടാകും. വയൗമിൻ കജുമഅ, മറ്റൊരു ദിവസം ഒരാഴ്ചയുടെ വഴി ദൂരം ഉണ്ടാവും. ബാക്കിയുള്ള 37 ദിവസം സാധാരണ ദിവസമായിരിക്കും. അപ്പൊ തന്നെ പറയണ്ടല്ലോ അല്ലെ? അങ്ങനെ ഒരു രംഗം നമുക്ക് വരാനുണ്ട്. ആ ദിവസത്തിൽ ഞാൻ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുമെങ്കിലും പക്ഷേ ഞാൻ ത്വയ്ബയിൽ കിടക്കൂല, ഞാൻ മക്കയിൽ പ്രവേശിക്കുകയില്ല. ഞാൻ ത്വയ്ബയിലും മക്കയിലുമല്ലാതെ ബാക്കി എല്ലായിടത്തും കയറും. തഹ്റുസുൽ മലായിക, മലക്കുകൾ ആ ത്വയ്ബക്കും മക്കയ്ക്കും കാവൽ നിൽക്കുന്നു. അതുകൊണ്ട് എന്നെ അങ്ങോട്ട് കേട്ടൂല. കാവൽ നിൽക്കുന്നത് മലക്കുകളാണ്. അല്ലാത്ത മുഴുവൻ സ്ഥലങ്ങളിലും ഞാൻ സഞ്ചരിക്കും. ഞാൻ ഏത് നാട്ടിലും വരും എന്ന് തമീമുദ്ദാരിയുടെ സംഘത്തോട് മസീഹുദ് ദജ്ജാൽ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ എല്ലായിടത്തും പോകും. അത്രയും ഭീതിജനകമായി എന്തൊക്കെയാണ് ഈ മസീഹുദ് ദജ്ജാൽ ഇവിടെ വന്നാൽ ചെയ്യുക? വളരെ അത്ഭുതകരമായ സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക. മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരനല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഏറ്റവും വലിയ ദുരന്തം ഏതാണ്? അത് മസീഹുദ് ദജ്ജാലിന്റെ വരവാണ്. ആ വരുന്ന സമയത്ത് കുറെ മുഅ്മിനീങ്ങൾ ഇവിടെ ഉണ്ടാകും. ആ മുഅ്മിനീങ്ങൾ അവരെ ലിസ്റ്റിൽ പെട്ടുപോകരുത്. ഈമാൻ ഉള്ളവന്റെ ഈമാൻ കെട്ടുപോകുന്ന സമയമാണ്. ഈമാൻ ഇല്ലാത്തവനോ വിശ്വസിക്കാൻ പറ്റാത്ത സമയവുമാണ്. അങ്ങനെയാണ് അല്ലേ? ഈമാൻ ഇല്ലാത്ത സാധുക്കളുണ്ട്, അവര് എങ്ങനെയെങ്കിലും നന്നാവാന്ന്. പക്ഷേ തൗബയുടെ വാതിൽ അടച്ചത് കൊണ്ട് അങ്ങോട്ട് പ്രവേശനമില്ല. ഈമാനുള്ള നമുക്കോ ഈ അത്ഭുതം കാണുമ്പോൾ ഒരുപക്ഷെ ഈമാൻ കെട്ടുപോകും. അതുകൊണ്ടാണ് മസീഹുദ് ദജ്ജാലിനെ കൊണ്ട് എല്ലാ നിസ്കാരത്തിലും ദ്വാരക്കാൻ പറഞ്ഞത്. നമുക്കും അതിനൊന്നും സമയമില്ല. എങ്ങനെയെങ്കിലും ഓതുന്നവരെന്നെ ഓതി അത്തഹിയ്യാത്ത് കട്ടിച്ച് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ്.
നമുക്ക് ടൈം വളരെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ നിസ്കരിക്കുന്ന സമയത്ത് ഈ ദുആ ഒഴിവാക്കുന്നത് നല്ലതല്ല. ഒന്നുമില്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. അതെങ്കിലും ഒക്കെ പറയണം. മസീഹ് ദജ്ജാലിനെ കാണേണ്ടി വരുന്ന രംഗം അതിൽ നമ്മൾ ഉണ്ടാകുമോ ഇല്ലേ എന്നൊന്നും പറയാൻ പറ്റൂല. ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ഖിയാമത്ത് നാൾ ഇപ്പോഴൊന്നും വരൂല, ഈ എന്തെല്ലാം അവിടെ സംഭവിക്കാനുണ്ട്, അതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് നന്നാകാനുള്ള വഴിയുണ്ടെന്ന് മനസ്സിലാക്കിയതാണ്. നേരെ മറിച്ച് ആദ്യമായിട്ട് ഈ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ കൊതിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബയുടെ വാതില്, നന്നാകാനുള്ള വാതിൽ അടഞ്ഞുപോയി. അല്ലാഹു തആല എപ്പോഴും നന്നായി തൗബ ചെയ്ത് ജീവിക്കുന്നവരായി നമ്മളെ മാറ്റി തരുമാറാകും. നമ്മൾ എന്താ പറഞ്ഞോട്ട് വന്നത്? ഇവിടെ എത്തി. ഇറങ്ങി വന്നാൽ മസീഹ് ദജ്ജാൽ ചെയ്യുന്ന ചായ കുടിച്ചപ്പോ അതിന്റെ കൂടെ പോയോ നോക്കാൻ വേണ്ടി ചോദിച്ചത്. മസീഹ് ദജ്ജാൽ ഇറങ്ങി വന്നാൽ ഇവൻ ചെയ്യുന്ന പരിപാടി എന്തെന്ന് വലിയ അത്ഭുതങ്ങളാണ്. ഇങ്ങോട്ട് വന്നിട്ട് പെയ്യട്ട മഴ എന്ന് പറഞ്ഞാൽ ഉടനടി കോരിച്ചൊരിയുന്ന മഴ അങ്ങോട്ട് വയലാണ്. വലിയ മാജിക്കുകാരനാണ് മസീഹ് ദജ്ജാൽ. ഈ ലോകത്ത് ഇന്ന് കാണിക്കുന്ന മാജിക് പോലെയല്ല, ഒറിജിനാലിറ്റി കാണിക്കുന്ന മാജിക്കാണ്. ഒറിജിനലാണ് സംഭവം. എന്ന് മാത്രമല്ല, മസീഹ് ദജ്ജാലും നല്ല ടൈലിട്ട സ്ഥലം, നല്ല സ്ഥലം, ആ സ്ഥലത്തേക്ക് വന്നിട്ട് മുളക്കട്ടെ ഇവിടെ മരം എന്ന് പറഞ്ഞാൽ ഉടനെ മുളച്ചങ്ങിട്ട് പോകും. സുബ്ഹാനല്ലാഹ്. ഇത് കാണുമ്പോൾ വിശ്വാസം കുറഞ്ഞ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ ഇറങ്ങിയെന്നറിഞ്ഞാൽ മുഅ്മിനീങ്ങളെ നിങ്ങൾ അയാളെ കാണാൻ പോകരുത്. തിരുനബി തങ്ങൾ പറഞ്ഞതല്ലേ മസീഹ് ദജ്ജാൽ. അതുകൊണ്ട് ഞാനൊന്ന് പോയി കണ്ടു വരട്ടെ എന്ന് വിചാരിക്കരുത്. നിങ്ങൾ വളരെ ഭദ്രതയോടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ കയറിയിട്ട് അധികം ചിന്തയോടെ കഴിഞ്ഞോളണം. കാരണം അത് ചില്ലറക്കാരനല്ല. മാത്രമല്ല, മസീഹ് ദജ്ജാലിന്റെ വരവിന്റെ സമയത്ത് അവന്റെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ 10 ആയത്തുകൾ അത് പാരായണം ചെയ്യണേ മുഹമ്മദുർ റസൂലുള്ളാഹി. വേറൊരു റിപ്പോർട്ടിൽ അതാ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ 10 ആയത്തുകൾ പാരായണം ചെയ്യണേ എന്നുണ്ട്. അപ്പൊ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകളും അവസാനത്തെ 10 ആയത്തുകളും നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടി ഇങ്ങനെ പഠിച്ചു വെച്ചേക്ക്. മസീഹ് ദജ്ജാൽ വന്ന് പറഞ്ഞാൽ അപ്പോഴേണ്ടത് ഓതാൻ തുടങ്ങാം. അപ്പോൾ മുതലേ ഓതാൻ തുടങ്ങണം. രക്ഷപ്പെടണമെങ്കിൽ, അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹു തആല നമുക്ക് നൽകിയ വലിയൊരു കവചമാണ് ഈ 10 ആയത്തുകൾ. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ആയത്ത് 10 ആയത്തും അവസാനത്തെ 10 ആയത്തും. ഏതായാലും ഇവൻ ഇവിടെ വന്നിട്ട് ചെയ്യുന്ന അക്രമങ്ങൾ എന്തൊക്കെയാണ്, അവൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്, ഒരു മനുഷ്യനെ ഇങ്ങോട്ട് പിടിക്കും. ഹദീസിൽ കാണാം, അയാളെ 2 കഷ്ണമായിട്ട് മുറിച്ചവിടെയെങ്കിലും ജീവനുള്ള ഒരു ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് തലയ്ക്ക് മേലെ മൂർദാവിൽ വെച്ച് വെട്ടിയിട്ട് 2 കഷ്ണമാക്കി അങ്ങ് തറയിലിടും. എന്നിട്ട് അവൻ പറയും, നേരെ എഴുന്നേറ്റ് വാടാ എന്നിങ്ങ് പറയുമ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നു, അവൻ അതാ നല്ല കുണുങ്ങി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരും. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തൊരത്ഭുതമാണ്. 2 കഷ്ണമാക്കി പൊളിച്ച് തറയിലിട്ട മനുഷ്യൻ, അയാൾ നല്ല ചിരിച്ചു, ഒരു ടെൻഷനും വിഷമവും ഇല്ലാതെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരികയാണ്. എന്നു മാത്രമല്ല, ഭൂമിയിൽ വന്നിട്ട് വരട്ടെ സ്വർണങ്ങൾ, വരട്ടെ വെള്ളികൾ, വിലപിടിപ്പുള്ള രത്നങ്ങൾ വരട്ടെ എന്ന് വിളിച്ചു പറയുമ്പോ ആ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് സ്വർണവും വെള്ളിയും രത്നങ്ങളും ദജ്ജാല് നടക്കുന്നതിന്റെ പിന്നാലെ അകമ്പടിയായി അയാളെ അതാ പിന്തുടർന്നുകൊണ്ട് പിന്നാലെ സഞ്ചരിച്ചു വരും മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് ഓരോരുത്തരെ വന്ന് പിടിക്കും. ഈ എന്നെ കൊണ്ട് വിശ്വസിക്കുന്നോ, ഞാൻ റബ്ബാണെന്ന് വിചാരിക്കുന്നോ എന്ന് വിചാരിച്ചിട്ട് പറ്റൂല എന്ന് കണ്ടാൽ അവന്റെ ഒരു കയ്യിലുണ്ട് അൽ ജന്ന, സ്വർഗമുണ്ട്, വഫിൽ ഉഖ്റാ അന്നാർ, ഇടത്തെ കയ്യിൽ നരകമുണ്ട്. യഥാർത്ഥത്തിൽ അവന്റെ വലത്തെ കയ്യിലുള്ള സ്വർഗത്തിലേക്ക് പോയാൽ അത് രക്ഷയുടെ വഴിയല്ല, അവന്റെ ആ ജാലവിദ്യയിൽ നിന്നുള്ളതാണ്. ഇടത്തെ കയ്യിലെ നരകത്തിലേക്ക് വിശ്വാസികളെ അവനങ്ങ് പറിച്ചിടാൻ നോക്കുമ്പോ അവർക്ക് ഒരു പോറലും ഏൽക്കുകയില്ല എന്നും ഹദീസിൽ കാണാം. ഏതായാലും അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
അങ്ങനെ വലിയ ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രംഗത്താണ്, വലിയ ഫിത്ന ദജ്ജാൽ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നുസൂലു ഈസാ അലൈഹിസ്സലാം. അപ്പൊ ആദ്യമായിട്ട് വന്ന സംഭവം എന്തായിരുന്നു? സൂര്യൻ വലിയ സംഭവമാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നു, ദാബത്തുൽ അർള് എന്ന മൃഗം പുറപ്പെടുന്നു, പിന്നെ മസീഹു ദജ്ജാൽ ഇങ്ങനെ വരുന്നു. മസീഹു ദജ്ജാൽ ഇവിടെ ആക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം മുസ്ലിമീങ്ങൾ ആക്രമിക്കുകയാണ്. മസീഹു ദജ്ജാൽ, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ജൂതന്മാരുടെ അനുകൂലിയാണ്, അല്ലെ? ജൂതന്മാരുടെ അനുകൂലിയാണ്. അതുകൊണ്ട് ആന്റി ക്രൈസ്റ്റ് എന്നാണ് മസീഹു ദജ്ജാലിനെ അവർ പറയുന്നത്. മസീഹു ദജ്ജാലിനെ അങ്ങനെയാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ആ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടി അള്ളാഹു ഇറക്കുന്ന ഒരു ഔദാര്യമാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആകാശത്തു നിന്ന് ഇങ്ങ് ഇറങ്ങി വരുന്നു. എവിടെയാണ് ഇറങ്ങുന്നത്? യൻസിലു അലൽ മനാറത്തിൽ ബൈദാ അശ്ശർഖി ദിമഷ്ക്, ഡമസ്കസിലെ സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള അലൽ മനാറത്തിൽ ബൈദാഇ ശർഖിയ്യ, അവിടുന്ന് കിഴക്ക് ഭാഗത്തുള്ള വെളുത്ത രണ്ട് മിനാരത്തിന്റെ ഭാഗത്തുകൂടി വഖ്ത സുബ്ഹി, സുബ്ഹിയുടെ സമയത്ത് വാളിഅൻ കഫൈഹി അലാ അജ്നിഹതി മലക്കൈനി, രണ്ട് മലക്കുകളുടെ ചിറകിന്റെ മേലെ കൈവച്ചുകൊണ്ട് അവാന ലോകത്തു നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകനായിരുന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിറങ്ങുകയാണ്. സിറിയയുടെ തലസ്ഥാനത്ത് ഡമസ്കസിന്റെ കിഴക്ക് ഭാഗം ആ വെളുത്ത മിനാരത്തിന്റെ ഭാഗത്തുകൂടിയാണ് ഇറങ്ങി വരുമ്പോൾ യഖ്തുറു അറഖുഹു കല്ലുഉലുഇ, മുത്തുകൾ പോലെ ഈസാ നബിയുടെ ശരീരത്തു നിന്ന് അവിടുന്ന് വിയർപ്പ് തുള്ളികൾ മുത്തുകൾ വീഴുന്നത് പോലെ താഴേക്ക് വീഴുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെളുത്ത രണ്ട് മിനാരം നിൽക്കുന്നതൊരു പള്ളിയിലാണ്. അൽ മസ്ജിദുൽ അമവിയ്യ എന്ന് പേര് പറയുന്ന ഇന്ന് നിലവിലുള്ള പള്ളിയാണത്. ആ പള്ളിയുടെ ഉള്ളിലേക്ക് അവരങ്ങ് ചെന്ന് കയറുമ്പോൾ ആ പള്ളിയിൽ ഒരു ഉസ്താദ് ഇരിപ്പുണ്ട്. ആ ഉസ്താദിനെ നിങ്ങൾക്കും എനിക്കും പരിചയപ്പെടേണ്ടുന്ന നേതാവാണ്. ആരാണെന്നറിയുമോ? ഫയഅരിഫുഹു അൽ ഇമാമുൽ മഹ്ദി, ഇമാം മഹദി അവിടെ ഇരിപ്പുണ്ട്. അപ്പോ അതിന് മുമ്പ് തന്നെ ആര് വന്നിട്ടുണ്ട്? ഇമാം മഹദി റളിയല്ലാഹു അൻഹു. ആരാണ് ഇമാം മഹദി? അൽ മഹദിയു മിൻ ഇത്രതി മിൻ ഔലാദി ഫാത്തിമ, ഇത്രത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽ മിൻ ഔലാദി ഫാത്തിമ, ഫാത്തിമ ബീവിയുടെ മക്കളിൽ ഒരു കുട്ടിയാണ്. ഹസൻ ഹുസൈനിന്റെ പരമ്പരയിലുള്ള ഒരു നല്ല കുഞ്ഞാണ് ഇമാമുൽ മഹദി. വീണ്ടും പറയുന്നു യുവാത്തിഉ ഇസ്മുഹു വസ്മു അബീഹി ഇസ്മ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറയാണ്, എന്റെ പേരും എന്റെ ഉപ്പാടെ പേരും പോലെ അദ്ദേഹത്തിന്റെ പേര് എന്റെ പേര് പോലത്തെ പേരാണ്. അദ്ദേഹത്തിന്റെ ബാപ്പയുടെ പേരോ എന്റെ ബാപ്പയുടെ പേരാണ്. അഥവാ മുഹമ്മദ് ബിൻ അബ്ദില്ല, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് ആ ഇമാമുൽ മഹ്ദി. ഉമ്മയുടെ പേര് ഇമാമുൽ മഹ്ദി എന്നല്ല, ഉമ്മയുടെ പേര് പിന്നെ എന്ത് തന്നെയാണ്? ഇമാം മഹദി തങ്ങൾക്ക് സ്വന്തം ഉമ്മയിട്ട് കൊടുത്ത പേര് ഇപ്പൊ നമ്മള് പറഞ്ഞു നബി തങ്ങളുടെ പേര് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്നാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ പേര്. മാത്രമല്ല അവിടുത്തെ വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ആ ഇമാം മഹദി ചെയ്യുന്നത് എന്താണ്? എപ്പോഴാണ് ഇമാം മഹദി വരുന്നത്? തംതലിഉൽ അർളു ദുൽമൻ വജൗറാ, ഭൂമിയിൽ അക്രമം നടക്കുമ്പോഴാണ്. യഅമലു ഫിന്നാസി ബിസുന്നതി നബിഹിം യംലഉൽ അർള ഖിസ്തൻ വഅദ്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ പ്രചരിപ്പിച്ച് ഈ ഭൂമി ലോകത്ത് നല്ല തഖ്വ പ്രചരിപ്പിച്ച് ഇവിടെ നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ആളാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതമാണ്. അവിടുന്ന് 7 വർഷമാണ് ഈ ഭൂമിയിൽ പ്രവർത്തനം നടത്തുന്നത്.
7 വർഷം അവിടുന്ന് പ്രവർത്തിക്കും. സുമ്മ തൂഫിയ, പിന്നെ മരണപ്പെടും. വയുസല്ലി അലൈഹിൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ അവരുടെ പേരിൽ നിസ്കാരം നടത്തും. ആ കാലഘട്ടത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. ആ കാലഘട്ടത്തിലെ 40 ദിവസത്തിലാണ് ദജ്ജാലിന്റെ ശല്യമുള്ളത്. സുബ്ഹാനല്ലാഹ്, അവസാന അടയാളങ്ങളാണ്. അപ്പോഴാണ് ഇമാം മഹ്ദി പുറത്തു വരുന്നത്. അല്ലാതെ നേരത്തെ ഞാൻ ഇമാം മഹ്ദിയാണെന്ന് ഭ്രാന്ത് പറയുന്ന ആളുകളുടെ പുറകെ നമ്മൾ സഞ്ചരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം മഹ്ദിയുടെ കാലത്താണ് വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. അൽ മൽഹമത്തുൽ കുബ്ര, അൽ കിതാബുൽ മലാഹിം, ഖിയാമത്ത് നാളിന്റെ അവസാന സമയങ്ങളിൽ സംഭവിക്കുന്ന വലിയ വലിയ യുദ്ധങ്ങളെ സംബന്ധിച്ച് അവിടുന്ന് പരാമർശിക്കുന്നുണ്ട്. ഫസാദു ശാമി ഫസാദു ദുനിയാ, ശാം സിറിയയുടെ നാശം ദുനിയാവിന്റെ നാശമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ മിനാരത്തിന്റെ സൈഡിലൂടെ സുബഹിയുടെ സമയത്ത് 2 മലക്കുകളുടെ ചിറകിൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോൾ മഹാനായ ഇമാം മഹ്ദി അവരെ തിരിച്ചറിയുകയാണ്, ഇത് ഈസാ നബിയാണ്. ഉടനെ അടുത്തേക്ക് ചെന്ന് സുബഹി നിസ്കരിക്കാൻ വേണ്ടി, ഇമാമത്ത് നിൽക്കൂ തഖദ്ദം, നിങ്ങൾ ഇമാമത്ത് നിന്നു തരീനെന്ന് ഇമാം മഹ്ദി ഈസാ നബിയോട് പറയുകയാണ്. ഫഖാല ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഇമാമുക്കും മിൻകും, നിങ്ങളിൽ നിന്നുള്ളൊരു ഇമാമ തന്നെ ഇമാമായിക്കോട്ടെ. അപ്പോഴേക്ക് ഫയുഖദ്ദിമുൽ മഹ്ദിയു, മഹ്ദി ഇമാം തങ്ങൾ സുബഹിക്ക് നേതൃത്വം നൽകിയിട്ട് നിസ്കാരം നടത്തുന്നു. അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ആദ്യം ചെയ്യുന്ന പണി എന്താണ്? മസീഹുദ് ദജ്ജാലിനെ അന്വേഷിക്കലാണ്. ഈസാ നബി ഇറങ്ങി വന്നാൽ ആദ്യം അവിടുന്ന് ചെയ്യുന്ന പണി സുബഹി നിസ്കാരം ഈ ഉമ്മത്തിനോട് ചേർന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുബഹി എങ്ങനെയാണോ അങ്ങനെ അതാ ഈസാ നബി അലൈഹിസ്സലാം മഹ്ദി ഇമാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സമയത്ത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വയസ്സ് എത്രയാണ്? എത്ര വയസ്സാ? സമയമില്ല, ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ഇനി അടുത്ത ആഴ്ച. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വയസ്സ് അന്ന് എത്രയായിരിക്കും? 33 വയസ്സാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് പിന്നെ 40 വർഷം ഇവിടെ മുസ്ലിമീങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ജൂതന്മാരോട് പടപൊരുതിയിട്ട് ബൈത്തുൽ മുഖദ്ദസിനെ മോചിപ്പിക്കും, മുസ്ലിമീങ്ങൾക്ക് സമ്മാനിക്കും മുഹമ്മദുർ റസൂലുള്ളാഹി. പല യുദ്ധങ്ങളും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചെയ്യും. അവിടുന്ന് എന്താണ് പ്രവർത്തിക്കുന്നത്? കുരിശുകളെ മുഴുവനും അടിച്ചുടയ്ക്കുന്നതാണ്. പന്നികളെ കൊന്നുകളയുന്നതാണ്. അവിടുന്ന് ജൂതന്മാർക്ക് എതിരെ പടപൊരുതിയിട്ട് ബൈത്തുൽ മുഖദ്ദസിനെ മോചിപ്പിച്ചെടുക്കും എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളുടെ ഹദീസ് ഈ വിഷയത്തിൽ പറഞ്ഞു വെക്കുകയാണ്. അവരതാ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രതിരോധം സഹിക്കവയ്യാതെ ജൂതന്മാര് ഓടി ഒളിക്കും മുഹമ്മദുർ റസൂലുള്ളാഹ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅതു ഹത്താ യുഖാതിലുൽ മുസ്ലിമൂന അൽ യഹൂദ, ജൂതന്മാരുമായി യുദ്ധം നടക്കും. ഫയഖ്തുലുഹുൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ ആ ജൂതന്മാരെ കൊന്നുകളയും. അവിടുന്ന് ജൂതന്മാര് കല്ലുകളുടെ പിന്നിൽ, മരങ്ങളുടെ പിന്നിൽ പോയി ഒളിക്കും. അപ്പോഴേക്ക് ഫയഖൂലുൽ ഹജർ വശജർ, കല്ലുകളും അതുപോലെ വൃക്ഷങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിം, ഓ മുസ്ലിമേ, യാ അബ്ദല്ലാഹ്, ഓ അല്ലാഹുവിന്റെ അടിമ, ഹാദാ യഹൂദിയൻ, എന്റെ പറക്കിൽ ഖൽഫി, എന്റെ പറക്കിൽ ഒരു യഹൂദിയുണ്ട്, എന്റെ ബേക്കിൽ ഒരു യഹൂദി ഇരിപ്പുണ്ട്, തആൽ തആൽ ഫഖ്തുലുഹു, ഇവനെ കൊല്ല് എന്ന് കല്ലുകൾ വിളിച്ചു പറയും, മരങ്ങൾ വിളിച്ചു പറയും മുഹമ്മദുർ റസൂലുള്ളാഹി.
ഈസാ നബി അലൈഹിസ്സലാമും സൈന്യവും അവിടുന്ന് ഭീമമായ വലിയ ശക്തിയായ യുദ്ധം ഇവിടെ നടത്തുകയാണ്. ആ ഓടി ഒലിച്ച ആളുകളെ രക്ഷപ്പെടുത്തൂല എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള മരങ്ങളും കല്ലുകളും വരെ വിളിച്ചു പറയും. ഹബീബായ തങ്ങൾ പറയുന്നു, ഇല്ലൽ വർഖദ, വർഖദ് ഗർഖദ് ചെടി എന്ന ചെടി ഒഴിച്ച്, ഫഇന്നഹു മിൻ ശജറിൽ യഹൂദി, അത് ജൂതന്മാരുടെ മരമാണ്. ആ മരത്തിന്റെ പിന്നിൽ യഹൂദി ഒളിച്ചാൽ മരം വിളിച്ചു പറയൂല മുഹമ്മദുർ റസൂലുള്ളാഹി. ഇസ്രായേൽ രാജ്യത്ത് അവരേറ്റവും കൂടുതൽ വെച്ചുപിടിപ്പിക്കപ്പെടുന്ന മരം വർഖദ് മരമാണ്. എത്രത്തോളം? ഏകദേശം മില്യൺ കണക്കിന് മരം അവര് പിടിച്ചു വെച്ചുപോയി, അവര് വളർത്തി കഴിഞ്ഞു എന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? അവസാനം ഈസാ നബി ഇറങ്ങി വരുമ്പോ, ആ ഇറങ്ങി വരുന്ന സമയത്ത്, നമ്മള് യുദ്ധം ചെയ്യുന്ന സമയത്ത്, നമ്മൾ ആ യുദ്ധത്തിന്റെ നേരം അവർ ഓടി ഒളിക്കുന്ന കല്ലുകളും മരങ്ങളും അത് വിളിച്ചു പറയും. പക്ഷേ വർഖദ് ചെടി വിളിച്ചു പറയൂല. അതുകൊണ്ട് തന്നെ അവർ വലിയ വിശ്വാസത്തിൽ ആ വാക്ക് എടുത്തുകൊണ്ട് നേരെ അവർ ചെയ്ത പരിപാടി എന്താണ്? അവിടെ മൊത്തം വർഖദ് ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് നമ്മളെക്കാൾ അവർ വിശ്വാസത്തിലെടുത്തു. അള്ളാഹു നമുക്കും ധാരാളം വിശ്വസിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലാക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാ നിലയിലും നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഖിയാമത്ത് നാളിന്റെ വലിയ വലിയ അടയാളങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് നന്നാകാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഈമാനിന് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. ഖുർആനിന്റെ ഖിദ്മയിലായി കുറഞ്ഞ സമയം നമ്മൾ ചെലവഴിക്കുന്ന ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ശരീരങ്ങളിലെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. മാരക രോഗങ്ങൾ കൊണ്ട് ഞങ്ങൾ ആരെയും നീ തളർത്തല്ല റഹ്മാനെ. ഞങ്ങളിലോ ഞങ്ങളെ കുടുംബ പരമ്പരകളിൽ ക്യാൻസർ നൽകല്ല അല്ലാഹ്. ട്യൂമർ നൽകി നീ പരീക്ഷിക്കല്ല അല്ലാഹ്. അൾസർ നൽകല്ല റഹ്മാനെ. ഹാർട്ട് ബ്ലോക്കുകൾ കൊണ്ട് വഷളാക്കല്ല അല്ലാഹ്. വലുകൾക്ക് തകരാറ് തരല്ല അല്ലാഹ്. കിഡ്നികൾ കരളുകൾ മാറ്റിവെക്കേണ്ടി വരുന്ന രോഗം നൽകല്ല അല്ലാഹ്. റബ്ബേ, മാരകമായ വൈറസുകൾ കടന്നു വന്നിട്ട് ഞങ്ങളെ പലരും ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ മരിച്ച് നിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ വലിയ നേതൃത്വമായ അലിക്കുഞ്ഞ് ഉസ്താദ് ശിറിയ, അവരുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവരൊക്കെ കടക്കുന്ന സ്വർഗത്തിൽ ഈമാനോടെ ഇഖ്ലാസോടെ സന്തോഷത്തോടെ കഴിയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. അപകടങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, ദുരന്തങ്ങളിൽ പെടുത്തല്ല അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ സകല പ്രവർത്തകർക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളെ നീ വളർത്തി തരണേ റഹ്മാനെ. മഹാനായ ശൈഖുന ഖമറുൽ ഉലമാ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഖൈറായ സമ്പത്തുകൾ അവരുടെ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണത്തിന് നീ നൽകണേ റഹ്മാനെ. എല്ലാ നിലയിലും നീ ഞങ്ങൾക്ക് ഖൈറ് ചൊരിഞ്ഞു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സകല പരിപാടികളും നീ വിജയത്തിലാക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖ് സ്വല്ലല്ലാഹു